ആ എല്ലാവരും പറഞ്ഞ സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മാവാ, രാത്രി ഭക്ഷണം കഴിച്ച ശേഷം ഒരെണ്ണം വീതം. അതോ മറക്കോ? ഇല്ല. ചേട്ടാ, ചില്ല് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് അവിടെ ഇവിടെയും വെച്ച് പൊട്ടിക്കാതിരുന്നാ മതി. ശരി. ஹரி, அந்த பொண்ணு யாருப்பா? எதுக்காக வந்திருக்கா? നേരിട്ട് കണ്ടപ്പോ അവളോട് എന്നെ ചോദിക്കായിരുന്നില്ലേ? ഓ, അത് ശരി. ആ ലളിതമ്മേ, എല്ലാവർക്കുള്ള സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്ന് എടുത്തു കൊടുക്കണേ, ഞാനിപ്പോ വരാം. വേഗം ചെല്ലേ, യശോദാമ്മയുടെ അടുത്ത് ഇരിപ്പുണ്ട്. ആര്? എന്നാ ശരി. ശരി, ഞാൻ ഇറങ്ങട്ടെ. ആ, ഈ കുട്ടി എന്തിനാ വന്നത്? നമ്മുടെ ആശ്രമത്തിലേക്ക് ഒരു സംഭാവന നൽകാൻ വന്നതാ. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് ആ കുട്ടി ചോദിച്ചു. എന്തിന്? ഇതെന്താ കാഴ്ച ബംഗ്ലാവോ? അമ്മ തന്നെ കണ്ടിട്ടില്ലേ, ചില പണക്കാർ പിറന്നാളിനും ശ്രാദ്ധത്തിനൊക്കെ പാവങ്ങളെ വിളിച്ച് കിറ്റ് കൊടുക്കും. എന്നിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് പത്രത്തിലിടും. ഇന്നയാളുടെ പിറന്നാളിന് പാവങ്ങളെ സഹായിച്ചു. പാവപ്പെട്ടവന്റെ ഇല്ലായ്മ കാണുമ്പോഴുള്ള ഒരു തരം ആത്മസംതൃപ്തി. ടി വിക്കാരും പത്രക്കാരൊന്നും ഇല്ലായിരുന്നു. അല്ല, സാധാരണ അങ്ങനെയാണല്ലോ. ആ കുട്ടി അത്തരക്കാരിയല്ല. ഇവിടെയുള്ളവരെ പോലെ തന്നെ അവൾക്കും ആരുമില്ല. ഇന്തോനേഷ്യയിൽ വെച്ചുണ്ടായ സുനാമി അപകടത്തിൽപ്പെട്ട് അവളുടെ അച്ഛനും അമ്മയും സഹോദരനും കൊല്ലപ്പെട്ടു. അവൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. വൻ സമ്പാദ്യമുള്ള അവൾക്ക് വേണമെങ്കിൽ ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ ഒക്കെ പോയി താമസിക്കാമായിരുന്നു. അന്യനാട്ടിൽ വളർന്ന ആ കുട്ടി ഇവിടെ വന്നത് തന്നെ സ്വന്തമെന്ന് പറയാൻ തന്റെ നാട് മാത്രമേ ഉള്ളൂ എന്ന തോന്നലുണ്ട്. എന്താ ഈ സമയത്ത്? എന്താ എന്ത് പറ്റിയമ്മേ? കുട്ടിയുടെ കൂടെ എങ്ങനെ? ബസ് സ്റ്റോപ്പിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടു. ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. അവരൊക്കെ എന്തേ? അമ്മയെ വിട്ടേച്ച് അവരെവിടെ പോയി? ഒരൊപ്പിന് വേണ്ടിയാ മോനെ അവരെന്നെ വിളിച്ചോണ്ട് പോയത്. ഒപ്പം? ആ, നാട്ടിലെ വീട് സ്ഥലവും ആർക്കോ വിൽക്കുകയായിരുന്നു ഇന്ന്. അതിന് എന്റെ ഒരു ഒപ്പ് വേണമായിരുന്നു. എന്നിട്ട് ഒപ്പിട്ട് കൊടുത്തോ? എനിക്ക് എന്തിനാ മോനെ അതൊക്കെ? ഞാൻ വിചാരിച്ചു എന്നെ അവരുടെ കൂടെ കൊണ്ടുപോകുമെന്ന്. അമ്മ വാ. വേണ്ട മോനെ, ഇവിടെ ഉള്ളവര് ചോദിച്ചാൽ ഞാൻ എന്തു പറയും? മകന്റെ കൂടെ പോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തിരിച്ചു വന്നതെന്ന് പറഞ്ഞാൽ മതി. വാ അമ്മേ. ഇതിന് കുട്ടിയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഹലോ, നിന്നെ കാണാൻ ആ പ്രൊഡക്ഷൻ കൺട്രോളറും ആർട്ട് ഡയറക്ടറും വന്നിട്ടുണ്ട്. I'll come. 2 minutes. ഓക്കെ.
5 മണിയാകാറായി, ഞാൻ പോവാ. ആ എത്രയും പെട്ടെന്ന് എല്ലാവർക്കും അഡ്വാൻസ് വാങ്ങി കൊടുക്കണം. ആർക്കാ എപ്പോഴാ മാറ്റം വരുന്നെന്ന് പറയാൻ പറ്റില്ല. ആ പേടി വേണ്ട. എന്തായാലും ജയ്സാർ ഈ പ്രൊജക്റ്റിൽ നിന്ന് പിന്മാറില്ല. ആ ഇപ്പോഴാ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. ബിസ്ക്കറ്റ് ഇല്ലേ? ആ രാംദാസ് സാറിന് ചായ കൊടുത്തോ? അദ്ദേഹം റൂമിലില്ല. அவரை ரோட்டு பக்கம் பார்த்தேன். நான் எவ்வளவோ கூப்பிட்டோம், அவர் திரும்பி கூட பார்க்கல. അത് ശരിയായിരിക്കും. 2-3 ദിവസമായിട്ട് അദ്ദേഹത്തിന് എന്താ കുഴപ്പമുണ്ട്? അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയാ. ഇന്നലെ തന്നെ രാവിലെ ഞാൻ റൂമിൽ നിന്ന് വരുമ്പോ അദ്ദേഹം സ്റ്റെപ്പ് ഇറങ്ങി വരിക. ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഞാൻ സുഖമാണോ എന്ന് ചോദിച്ചു. എന്നെ ദഹിപ്പിക്കുന്ന പോലൊരു നോട്ടം. ഞാൻ പേടിച്ചു പോയി. തീർന്നില്ല. എന്നിട്ട് സ്റ്റെപ്പ് ഇറങ്ങി വന്ന ആള് ഒരക്ഷരം പോലും മിണ്ടാതെ തിരിച്ചൊറ്റപ്പോക്ക്. അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുവല്ലേ, അതിന്റെ ടെൻഷനിലാവും. ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇതുവരെ സിനിമയ്ക്ക് വേണ്ടി എഴുതിയിട്ടില്ലാത്ത ഒരാളെ സെലക്ട് ചെയ്യാൻ കാരണം? ഞാൻ ചെയ്യുന്ന സിനിമയ്ക്ക് നിലവിലുള്ള സിനിമാ സങ്കല്പത്തിൽ നിന്ന് ഒരു വ്യത്യാസം വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് ഞാൻ രാംദാസ് സാറിൽ എത്തിയത്. ഇതുവരെ എഴുതിയത് വായിച്ചു നോക്കിയപ്പോ എന്റെ പ്രതീക്ഷ തെറ്റിയിട്ടില്ല. എന്താ ഞങ്ങൾ ഇറങ്ങട്ടെ? പിന്നെ പ്രൊഡക്ഷനിലെ ബിസ്ക്കറ്റിന്റെ കാര്യം മറക്കണ്ട. ഓ ഓക്കെ ഓക്കെ. ആ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ലൊക്കേഷനും മറ്റും തീരുമാനിക്കാം. அப்போ இந்த ராமதாஸ் இதுக்கு முன்னாடி சினிமாக்கு எழுதுனதே இல்லையா? ഇല്ല. അതിനെന്താ? சரிதான், எங்க முதலாளி பணம் கோவிந்தா. அத நினைச்சாதான் வரேன். എല്ലാ പ്രൊഡ്യൂസറുടെയും പിന്നിൽ ഇതുപോലൊരു എർത്തുണ്ടാവും. ഇവനെയൊക്കെ ഏത് നേരത്താണാവോ? എന്താ സർ, എന്തു പറ്റി? സ്വപ്നം കണ്ടോ? അത് പോട്ടെ. അല്ല, രാത്രി എപ്പോ വന്നു? കുറച്ചു നേരമായി. സാറ് നല്ല ഓർക്കായിരുന്നത് കൊണ്ട് വിളിക്കണ്ടെന്ന് കരുതി. സത്യത്തിൽ കുട്ടിയെ കാണുന്നതും സംസാരിക്കുന്നതും മനസ്സിനൊരു റിലീഫാണ്. തന്നെ കാണാതിരുന്നപ്പോൾ എന്താണെന്നറിയില്ല, ഞാൻ ആകെ ഡിസ്റ്റർബ്ഡായി. കുട്ടി എങ്ങനെയാ സുനാമിയിൽ നിന്ന് രക്ഷപ്പെട്ടു? അത് ഞങ്ങൾ എല്ലാവരും കൂടി ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയാ കടൽ തീരത്തുള്ള ആ വലിയ ഹോട്ടലിൽ റൂം എടുത്തത്. ആഘോഷ തിമിർപ്പലായിരുന്നു ആ തീരം. പപ്പയും മമ്മയും അനിയനും കൂടി ബീച്ചിലേക്ക് പോയി. ഞാനെന്തോ അവരോടൊപ്പം പോയില്ല. പെട്ടെന്ന് ഭയങ്കരമായ ശബ്ദവും ആൾക്കാരുടെ നിലവിളിയും കേട്ടു. ഞാൻ ജനലിലൂടെ നോക്കുമ്പോൾ കണ്ട കാഴ്ച കടലിലെ തിരമാലകൾ വാനോളം പൊക്കത്തിൽ ഹോട്ടലിന് നേരെ പാഞ്ഞു വരുന്നതായിരുന്നു. പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. ബോധം വന്നപ്പോ ഞാൻ ഹോസ്പിറ്റലായിരുന്നു. പപ്പയും മമ്മയും എന്റെ കുഞ്ഞനുജനും. അവസാനായ ഒരു നോക്ക് കാണാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. അനാഥത്വം എന്ന വാക്കിന്റെ അർത്ഥം അന്നാണ് എനിക്ക് മനസ്സിലായത്. ദുസ്വപ്നങ്ങൾ കാണാത്ത രാത്രികളില്ല. പക്ഷെ ഇപ്പൊ അതെല്ലാം എനിക്ക് മറക്കാൻ കഴിയുന്നുണ്ട്. ആശ്രമത്തിലുള്ളവരെല്ലാം എന്റെ സ്വന്തമാണെന്നൊരു തോന്നൽ. പിന്നെ പിന്നെ ഒന്നുമില്ല, നമുക്ക് പോവാം.